everyone. Yes, അപ്പോൾ മക്കളെ നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന മക്കൾ എപ്പോഴും അങ്ങനെ പേടിച്ചിരിക്കുന്ന സംഭവമാണ് ഫിസിക്സ് അല്ലേ. ഫിസിക്സ് സ്കോർ ചെയ്യാം. ഫിസിക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ അറിയാൻ പറ്റും, ഞാൻ വിചാരിച്ച ഒരു സ്കോർ എനിക്ക് അവിടെ എത്തിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ടുണ്ട് ടെൻഷൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടേ എന്നുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തരാനായിട്ട് പോണേ. അപ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ റിയലൈസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മിസ് ഒന്ന് നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം ഫിസിക്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച സ്കോറിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ മോക്ക് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഒരു ദിവസം നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഒന്നിച്ചിട്ട് ഡംപ് ചെയ്തത് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് കവർ ചെയ്യും എന്നുള്ള ടാർഗറ്റ് ഒന്നും വയ്ക്കാണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി എന്നുള്ളതിന് കുറച്ച് ഇമ്പോർട്ടൻസ്. ഓൾവേസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഏത് കാര്യം ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളിലും നിങ്ങൾ എപ്പോഴും ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറേ സാധനങ്ങൾ ഒന്നിച്ച് എന്നുള്ളതിന് പുറമെ ക്വാളിറ്റി എന്നുള്ള കാര്യം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം ലോജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലാക്കി പോകും. അപ്പോൾ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ് എന്നുള്ളതിന് പുറമെ അതിൻ്റെ ലോജിക്കൽ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാലാണ് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലോജിക്കലി അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെയും ലോജിക്കൽ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും ഫിസിക്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബേസ് നിങ്ങൾ എപ്പോഴും എന്താക്കി വെക്കുക, സ്ട്രോങ്ങർ ആക്കി വെക്കുക. ബേസ് എപ്പോഴും സ്ട്രോങ്ങർ ആക്കി വെക്കുക, അത് എപ്പോഴും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും, ഇപ്പോൾ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ കാര്യങ്ങൾ, അതുപോലെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും സെറ്റാക്കി വെക്കുക. ബിക്കോസ് ആ സാധനങ്ങൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതിന് റിമൈനിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കായിട്ട് തന്നെ കൂടുതൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ഏതാണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും നിങ്ങൾ എപ്പോഴും പറയാം യെസ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇതാണെന്നുള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഫിസിക്സ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നവരുണ്ടായിരിക്കും. യെസ് ഓഫ് കോഴ്സ് കുറേ പേർക്ക് അതൊരു ടഫായിട്ട് ഇങ്ങനെ തോന്നാൻ, അല്ലെങ്കിൽ വലിയൊരു എന്തോ സംഭവമാണെന്ന് തോന്നാൻ കാരണം എന്താണ്, യെസ് അതിൻ്റെ നമുക്ക് മാർക്ക് ചിലപ്പോൾ കുറച്ചായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ വിചാരിച്ച സ്കോർ നിങ്ങൾക്ക് എപ്പോഴും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോണ്ടാണ് എപ്പോഴും നിങ്ങൾ ഫിസിക്സ് മാറ്റി നിർത്തുന്നുണ്ടാവുക. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്തോ, ഇത് വലിയ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, ഇത് വലിയ സബ്ജക്റ്റ് ഒന്നല്ല, ഇത് എനിക്ക് പറ്റും, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് യെസ് നമ്മുടെ ബ്രെയിനിന് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും NCERT എക്സാമ്പിൾസ് വെച്ചിട്ട്, അപ്പം നീറ്റ് ഫിസിക്സ് എന്ന് പറയുന്നത് വലിയൊരു സംഗതി അല്ല, എനിക്ക് പറ്റുന്നതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റാക്കി വെക്കണം. എനിക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. നമുക്ക് അങ്ങനെ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, യെസ് NCERT എക്സാമ്പിൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ NCERT എക്സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്ത് സെറ്റായി കഴിഞ്ഞ് ഫോർമുല ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനോടൊരു ഇഷ്ടം വരും അല്ലേ, നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടമായി തുടങ്ങും, നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മളിങ്ങനെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഉണ്ടായിരിക്കും. കാരണം എന്താ, ആ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഫിസിക്സും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, യെസ് NCERT എക്സാമ്പിൾസ് വെച്ചിട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി വെറുതെ ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ നോക്കാം എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ഒരു നിങ്ങൾ സൊല്യൂഷൻ ബുക്ക് എടുക്കുന്ന സമയത്ത് ഓക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ ആൻസർ ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ആൻസർ എന്നുള്ളത് നമ്മൾ വെറുതെ വായിച്ച് പോയിട്ട് കുറേ ക്വാണ്ടിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തു എന്നുള്ളതിൽ നമ്മൾ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ വരുന്നൊരു മിസ്റ്റേക്ക് ആണ്, ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ്
ഇതെനിക്കറിയാം, ഇതെന്റെ ഫോർമുല ഒക്കെ ഇതാണ്, ഈ ഫോർമുല വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ളത് നമ്മളിങ്ങനെ അസ്യൂം ചെയ്ത് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും അല്ലെ. നമുക്കിങ്ങനെ ധൃതിയാണ്, അടുത്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ അതിങ്ങനെ കവർ ചെയ്ത് പോകാൻ, അത് കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് ആ ഒരു മിസ്റ്റേക്ക് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. എപ്പോഴും എത്ര ടൈം ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിക്കുക, അതിന് ആൻസർ ആ ഫോമുലൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഓൾവേസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ടേ പോവാം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾ മുന്നേ ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എഴുതി നോക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും അല്ലെ. അപ്പൊ ആ മിസ്റ്റേക്സ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം മക്കളെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം, നിർബന്ധമായിട്ട് ശ്രമിക്കാം. ആൻഡ് എപ്പോഴും നീറ്റ് ഫിസിക്സ് നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് NCERT എക്സാമ്പിൾസ്, NCERT എക്സസൈസ് ആൻഡ് PYQs. ഈ കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ NCERT എക്സാമ്പിൾസും NCERT എക്സസൈസും മാക്സിമം നമ്പർ ഓഫ് PYQs നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ഇയറിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ NCERT എക്സാമ്പിൾസ്, എക്സസൈസസ് ആൻഡ് PYQs. ഓക്കെ യെസ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എപ്പോഴും 40 to 50 ക്വസ്റ്റ്യൻ റൂൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 40 to 50 ക്വസ്റ്റ്യൻ റൂൾസ് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താ സംഭവം? ഒന്നുമില്ല, ഡെയിലി ഫിസിക്സിന്റെ ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കും എന്നുള്ള ഒരു ടാർഗറ്റ് നിങ്ങൾ വെക്കാം. ഓക്കെ, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ എത്ര സമയം അതിന് എടുക്കുന്നുണ്ടോ അത്രയും സമയത്ത് കംപ്ലീറ്റ് ആവുന്ന അത്രയും സമയം നിങ്ങൾ അതിന് കൊടുക്കുക. നമ്മൾ എത്രയും കൂടുതൽ സമയം കൊടുക്കുന്നു അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അത്രയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അത്രയും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറുക ചെയ്യാം. അപ്പോൾ 40 to 50 ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഫൈനൽ ഇത്രയാണ് ആൻസർ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് മിസ്റ്റേക്സ് വരും അല്ലേ. അപ്പോൾ നിങ്ങളോട് സ്വയം ചോദിക്കും, വൈ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എനിക്കിവിടെ പ്രശ്നം പറ്റിയത് എന്നുള്ളത് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, കോൺസെപ്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻ എറർ ആയിരിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ വന്നിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എറർ എന്നുള്ളത് എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ കാര്യം എന്താണ്, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എനിക്ക് ഏത് കാര്യമാണ് എനിക്ക് എഴുതാൻ പറ്റാണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അഗെയിൻ ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും നമ്മളത് സോൾവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ആ ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. എൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് മക്കളെ, പ്രാക്ടീസ്. നമുക്ക് അവിടെ അച്ചീവ് ചെയ്യണം, നമുക്ക് ഹൈ സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇതെന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ സെറ്റായി നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ അപ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾ മൈൻഡിൽ വെക്കാനായിട്ട് നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഫോർമുല ആൻഡ് റിവിഷൻസ് അല്ലേ. അതായത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഫോർമുല ഷീറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങളുടേതായില്ല, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫോർമുല ഷീറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം മക്കളെ, പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് എന്തുണ്ടാവും, ഈ ഫോർമുല ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫോർമുല ഷീറ്റ് എപ്പോഴും കീപ്പ് ചെയ്ത് അത് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നമുക്കൊരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഓടി പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഫോർമുല നോക്കിയാൽ മതി, ഫോർമുല ഷീറ്റ് നോക്കിയാൽ മതി. അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഓൾറെഡി കയറും. ഓക്കെ, ഇതാണ് ഫോർമുല, ഈ ചാപ്റ്ററിൽ ഇന്ന സംഭവം കണ്ടുപിടിക്കുക, ഇതാണ് ഫോർമുല എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ കയറും. അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ വെക്കുക, അതെപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾസോ റിവൈസ് ചെയ്യാം.
എത്രത്തോളം നിങ്ങൾക്കൊരു പഠിച്ച കാര്യം റീകോൾ ചെയ്തെടുക്കാൻ പറ്റുമോ, റിവൈസ് ചെയ്യാൻ പറ്റുമോ, റിവൈസ് ചെയ്യാൻ പറ്റുമോ, അത് മാക്സിമം എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ആ ഒരു സബ്ജക്റ്റ് നമുക്ക് അത്രയും ക്ലാരിറ്റിയോട് കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഓൾസോ നെവർ സ്കിപ്പ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യരുത് മക്കളെ, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇത്രയൊക്കെ പഠിച്ചു, ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ അതിൽ നിന്ന് എടുത്ത് സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും ഹയസ്റ്റ് മാർക്സ് അല്ലെങ്കിൽ ഹയസ്റ്റ് വെയിറ്റേജിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉള്ളത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അത് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കൂടുതലായിട്ട് അതും ഇരുന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക മക്കളെ, യെസ്, വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. യെസ്, ഫിസിക്സിലെ മാക്സിമം നീറ്റ് ഫിസിക്സ് നിങ്ങൾക്ക് 180 മാക്സിമം മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവോയ്ഡ് ചെയ്യേണ്ടത്. ഓൾസോ എപ്പോഴും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, വെറുതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് യെസ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, യെസ് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ ആ ക്വസ്റ്റ്യൻ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്വസ്റ്റ്യൻ നന്നായി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു യെസ് നിങ്ങൾക്ക് പിന്നെ പറയും ഓക്കെ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ എന്താണ് ഫോർമുല, ഇതാണ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും, നമ്മുടെ മൈൻഡിലേക്ക് വരും. എന്നിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അതിൽ ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ സംഗതി എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫോർമുലയിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾസോ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും സൈഡിൽ എഴുതി വെക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ ഓരോ ടേംസിന്റെ സൈഡിലും എന്ത് എഴുതണം, എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫൈനൽ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈനൽ ആൻസർ എപ്പോഴും ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ കുഞ്ഞു ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും അടിപൊളിയായിട്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും അടിപൊളിയായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്, കീപ് ഡൂയിങ്.